യോഗമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ ബഹുമാനിയായ മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ യോഗത്തിൽ എത്തിച്ചേരും. ഈ യോഗത്തിന്റെ ഗ്രന്ഥശാല ഭിന്നശേഷിക്കാർക്കായി പുസ്തകം വിതരണം ചെയ്യുന്ന ഉദ്ഘാടനം തത്സമയം സാക്ഷിക്കും. ഏവർക്കും ഈ തത്സമയത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം. ബഹുമാന്യരെ, നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളും ഹാളിൽ കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം ഒരു ഗാനത്തോടുകൂടി തുടങ്ങാം. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ കൃഷ്ണകുമാർ ഒരു സ്വാഗത ഗാനം ആരംഭിക്കുന്നതാണ്. അതിനുവേണ്ടി ശ്രീ കൃഷ്ണകുമാറിനെ ക്ഷണിക്കുന്നു. गाय वന്നിട്ട് വിളിച്ചാൽ സ്വയം പേര് പറഞ്ഞിട്ട് ആരാണെന്നുള്ള പല പുതിയ മത്സരത്തിൽ കലാകാരൻ പുതിയ പോസ്റ്റിൽ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനു, വെളിയിൽ നിന്നാണ് വരുന്നത്. ഇക്കൊല്ലത്തെ വജ്രജൂബിലി ഫെലോഷിപ്പ് ഈ കൊല്ലത്തെ വജ്രജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റാണ്. കർണാടക സംഗീതം, ശാസ്ത്രീയ സംഗീതം, വോക്കലാണ് എൻ്റെ വിഷയം. എന്നെ കൂടാതെ 2 കലാകാരന്മാരും കൂടെ ഒപ്പമുണ്ട്. ശില്പകലയിലും കോൽക്കളിയിലുമാണ് ബാക്കി 2 കലാകാരന്മാരും കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ മുൻ കൺവീനറായിട്ടുള്ള കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ആദ്യ കാരണം പറഞ്ഞിരുന്നു. അപ്പം സാറിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാനിങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ചെറിയൊരു മംഗളഗീതം പാട്ടിട്ട് മാറാണ്. मैत्री भजक अखिल जेत्री, मैत्री भजक अखिल जेत्री, आत्मवदेव परारवि पश्यदा दुःखं त्यजदा स्पर्धां त्यजदा त्यजदा जननी पृथ्वी कामदुःखास्ते जनभो देवः सकलदयालो दर्शयतां सदां सौम्यां प्रकृति श्रेयो भूयात् सकलजनानां श्रेयो सकल जनानां श्रेयोत्भूयात् सकल जनानां श्रेयोत्भूयात् सकल जनानां
ഇതേപോലുള്ള വേദികൾ തന്ന് പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സർക്കാരിനും അതേപോലെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഓരോ നിവാസികൾക്കും പ്രത്യേകം എടുത്ത് പറയുന്നില്ല, വേദിയിലുള്ള ഓരോരുത്തർക്കും ഇവിടെ ക്ഷണിക്കപ്പെട്ടെത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ പ്രിയപ്പെട്ട ഓഫീസേഴ്സ് പലരും നമ്മളെ ഇവിടെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും പലരും നല്ല രീതിയിലാണ് ഞങ്ങളോട് കോർഡിനേറ്റ് ചെയ്യുന്നതെല്ലാം. ഈ ഒരു സഹകരണം മുന്നോട്ട് നിർദ്ദേശിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ നേരത്തെ വിളിച്ച കലാകാരൻ ആണ് ശ്രീ കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന്റെ ഒരു ഗാനം കൂടെ കഴിഞ്ഞതിന് ശേഷം യോഗ നടപടികളിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ബാച്ചിലെ ജൂബിലി ഫെലോഷിപ്പിന്റെ സൗജന്യ കലാപരിശീലന പഠനത്തിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത ബാച്ചിന്റെ ഒരു കലാകാരൻ എന്ന നിലയിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിഞ്ഞ ബാച്ചിൽ ഒരു വർഷം കൂടി നീട്ടിക്കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഫെലോഷിപ്പിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷക്കാലമാണ്. സാംസ്കാരിക വകുപ്പിന്റെ ചില സാങ്കേതിക കാരണങ്ങളാൽ 1 വർഷം കൂടി ഞങ്ങൾക്ക് നീട്ടിക്കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് 1 വർഷം കൂടി ഈ ബ്ലോക്കിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കലാ പരിശീലന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വഴികാട്ടി തന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവരുകൾ ശ്രീമതി ലതിക മാഡത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോ മാസത്തെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ട് കൃത്യമായിട്ട് വലിയ ഡിലേ ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ഇവിടുത്തെ സാറുമാർ, ഞങ്ങളുടെ സെക്ഷനിലെ സാറുമാർ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് ഇനി അങ്ങോട്ട് ക്ലാസ് പരിശീലിപ്പിക്കാൻ പോകുന്ന പുതിയ ബാച്ചിലെ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഭാവുകളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ കലാരൂപം എന്ന് പറയുന്നത് നാടൻപാട്ടാണ്. ഇപ്പം നാടൻപാട്ടിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും നാടൻപാട്ടുകളെ കുറിച്ച് അറിയാവുന്നതാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു പാട്ട് പാടുകയാണ്. ഇവിടെ എല്ലാവരും പാട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈത്താളം തരണം. റെഡിയാണോ? തയ്യാറാണോ? ശരി. താരകപ്പെണ്ണാളേ കതിരാടുമിടിയാളേ തമ്പൂരാനത്തിലും മുമ്പേ കരിങ്കാറ് ഓരോ വലിച്ചാട്ടെ. ഇതെല്ലാവർക്കും അറിയാവുന്നല്ലേ? അറിയാവുന്ന പാട്ടാണോ? എല്ലാവരും കേട്ടുള്ള പാട്ടല്ലേ? താത്തിനും തകത്തിനാറ തകതിനും തകത്തിനാറ താത്തിനും തകതിനും തകത്താരതിനും തകത്തിനാറ താത്തിനും തകത്തിനാറ തകതിനും തകത്തിനാറ താത്തിനും തകതിനും തകത്താരതിനും തകത്തിനാറ താരകപ്പെണ്ണാളേ കതിരാടുമിഴിയാളേ താരകപ്പെണ്ണാളേ കതിരാടുമിഴിയാളേ അമ്പുരാനിക്കിടും കരിങ്കാരൻ പോല പറിച്ചാട്ടെ തകതക താത്തിനും തകത്തിനാറ തകതിനും തകത്തിനാറ താത്തിനും തകതിനും തകത്താരതിനും തകത്തിനാറ താത്തിനും തകത്തിനാറ തകതിനും തകത്തിനാറ താത്തിനും തകതിനും തകത്താരതിനും തകത്തിനാറ കണ്ടം മുട്ടിയടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ടേ കണ്ടം മുട്ടിയടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ടേ വെള്ളം കോരി ഉള്ളം കിടുങ്ങത്ത കിടങ്ങളുണ്ട് തകതക താത്തിനും തകത്തിനാറ തകതിനും തകത്തിനാറ താത്തിനും തകതിനും തകത്താരതിനും തകത്തിനാറ താത്തിനും തകത്തിനാറ തകതിനും തകത്തിനാറ താത്തിനും തകതിനും തകത്താരതിനും തകത്തിനാറ ഒറ്റമം തിന്നവളെ തത്ത ചുണ്ടുള്ളവാ മുറുക്കേ ഒറ്റമം തിന്നവളെ തത്ത ചുണ്ടുള്ളവാ മുറുക്കേ അന്തിക്കൊരുത്തി മുറിക്ക് പേരുത്തവൾ വീണോ ചേക്കിലാണ് തകതക താത്തിനും തകത്തിനാറ തകതിനും തകത്തിനാറ താത്തിനും തകതിനും തകത്താരതിനും തകത്തിനാറ താത്തിനും തകത്തിനാറ തകതിനും തകത്തിനാറ താത്തിനും തകതിനും തകത്താരതിനും തകത്തിനാറ നല്ലൊരു പൂവ് കണ്ടോ പൂവിൽ കണ്ണു നിറഞ്ഞ കണ്ടോ നല്ലൊരു പൂവ് കണ്ടോ
കണ്ണു നിറഞ്ഞ കണ്ടോ കരട്ടുകേക്കതുറങ്ങിയ കുഞ്ഞിൻ പഴങ്കഥ കേട്ടതാവും തകതകത്തിനും തകത്തികാരം തകതിനും തകത്തികാരം താത്തിനും തകതിനും തകതരതിനും തകത്തികാരം താത്തിനും തകത്തികാരം തകതിനും തകത്തികാരം താത്തിനും തകതിനും തകതരതിനും തകത്തികാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്തവർക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീനരി വീരനെ ക്ഷണിക്കുന്നു. ബഹുമാനിയായിട്ടുള്ള മന്ത്രി കുളത്തൂപ്പുഴയിൽ നിന്ന് ഏതാനും നിമിഷത്തിനകം വെച്ചതിന് ഇവിടെ എത്തിച്ചേര് നമ്മൾ യോഗ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനിയും പ്രിയങ്കരിയുമായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി മംഗള MLA ശ്രീമതി ജെ ചിഞ്ചുറാണി, വേദിയിലും സദസ്സിലുമായുള്ള പ്രിയമുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പ്രിയമുള്ളവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രന്ഥശാലകൾക്കുള്ള ഫർണിച്ചറുകളുടെ വിതരണവും റൈസ് സ്കൂട്ടറുകളുടെ വിതരണവുമാണ് ഈ പരിപാടിയായി നിശ്ചയിച്ച് നടപ്പിലാക്കിയത്. ഈ പരിപാടി ആലോചിക്കുമ്പോൾ തന്നെ ഗ്രന്ഥശാലകൾക്ക് എന്താണ് നൽകേണ്ടത് എന്ന് ഒരാലോചന ഞങ്ങൾ നടത്തുമ്പോൾ, ഭരണസമിതി എന്നുള്ള നിലയിൽ ആ പൈസ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള നിലയിൽ നടത്തുമ്പോൾ, ഇതിന്റെ ചുമതലയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ദിനേശ് കുമാറാണ് ക്രിയാത്മകമായ ഒരു നിർദ്ദേശം വെച്ചത്. ഗ്രന്ഥശാലകൾ എന്നാൽ പുസ്തകങ്ങളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് ഗ്രന്ഥശാലകളുമായി ബന്ധപ്പെടുത്തി ഏറ്റവും അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ടത് എന്നുള്ള നിലയിൽ ആലോചിക്കുകയും അതിന് ഒരു ചെറിയ കൈത്താങ്ങാകുന്ന തരത്തിലേക്ക്, ഗ്രന്ഥശാലയുടെ മുന്നോട്ടുള്ള പോക്കിന് ഒരു ചെറിയ കൈത്താങ്ങാകുന്ന തരത്തിൽ അലമാര കൊടുക്കാം എന്നുള്ള നിലയിലാണ് അത് ആലോചിക്കുന്നത്. ഏകദേശം പകുതിയിലധികം ഈ മണ്ഡലത്തിൽ വരുന്ന പകുതിയിലധികം ഗ്രന്ഥശാലകൾക്ക് അലമാര കൊടുക്കുന്ന തലത്തിലേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ബാക്കിയുള്ളവർക്ക് അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ അടുത്ത പദ്ധതി കൊടുക്കാം എന്നുള്ള നിലയിലാണ് മൊത്തം കൂടി ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കാനുള്ള പരിമിതികളും. മറ്റൊന്ന് റൈസ് സ്കൂട്ടറുമായി ബന്ധപ്പെടുത്തി ഈ ഭരണസമിതി വന്ന സമയം മുതൽ തന്നെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു വികലാംഗരെ സഹായിക്കുന്ന തരത്തിൽ അവർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വാഹനം കൊടുക്കുകയും അത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുറ്റത്ത് നിന്ന് ഓടിച്ചു പോകുന്ന ഒരു കാഴ്ച ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നു. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഈ പദ്ധതി ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ ഒട്ടേറെ കടന്ന് മുന്നോട്ട് എത്തിച്ചേരാൻ കഴിയാതെ പോയതുകൊണ്ടാണ് അത് കഴിഞ്ഞ വർഷം നടപ്പിലാക്കാൻ കഴിയാതെ പോയത്. ഇപ്രാവശ്യം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് നടപ്പിലാക്കണം എന്നുള്ള നിലയിൽ നിശ്ചയിക്കപ്പെടുകയും 12 പേർക്കാണ് ആ റൈസ് സ്കൂട്ടർ കൊടുക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ച് ഭരണസമിതി മുന്നോട്ട് പോയി. CDPയുടെ ഉണ്ട് ഒട്ടേറെ പ്രതിസന്ധികൾ അതുമായി ബന്ധപ്പെടുത്തി CDP അടക്കം ഈ ഭരണസമിതികളടക്കം നേരിടേണ്ടി വരും. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. അത് ഏറെ അഭിമാനത്തോടുകൂടി പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന തരത്തിൽ അവർക്ക് പലർക്കും ഈ റൈസ് സ്കൂട്ടർ ജീവനോപാധിയായി കൊണ്ടു നടക്കുന്ന ആളുകളടക്കമുള്ളവരുണ്ട്. അവരെ സഹായിക്കുന്ന തരത്തിൽ ആ പദ്ധതി പൂർത്തീകരിക്കഴിയുന്നതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ 100% പദ്ധതി നിർവഹണം നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ ചുരുക്കം ബ്ലോക്ക് പഞ്ചായത്തുള്ളതാണ് ചടയമംഗലം. അതാദ്യമായി കൈവരിക്കുന്ന നേട്ടമല്ല. തുടർച്ചയായി 100%ത്തിലേക്ക് ഇവിടുത്തെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി അതിന്റെ നിർവഹണത്തിൽ എത്താൻ കഴിയുന്നത്
ഞങ്ങളുടെ ഭരണസമിതിയുടെ മാത്രം നേട്ടമല്ല. നിർവഹണ ഉദ്യോഗസ്ഥർ, ഈ ബ്ലോക്കിലെ ജീവനക്കാരടക്കമുള്ളവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആത്മാർത്ഥപൂർണമായ പരിശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നിർവഹണം 100% എത്തിക്കുവാൻ കഴിയുന്നത്. പദ്ധതി നിർവഹണം 100% എത്തിക്കുമ്പോൾ നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം സാധാരണ മനുഷ്യനെ സഹായിക്കുന്ന തരത്തിൽ പദ്ധതിക്ക് വേണ്ടി പദ്ധതി നിർമ്മിക്കുകയല്ല, പകരം നൂതനമായ പദ്ധതികളടക്കം ആവിഷ്കരിച്ചുകൊണ്ട് സാധാരണ മനുഷ്യന്റെ എല്ലാ തലത്തിലുമുള്ള പ്രവർത്തനങ്ങളെ ഒരു കൈത്താങ്ങായി നിന്ന് സഹായിക്കുന്ന തരത്തിലാണ് എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതികൾ രൂപീകരിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ ഭരണസമിതി ഈ പദ്ധതികളെല്ലാം ജനങ്ങളുടെ സമക്ഷത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരുപാട് ചർച്ചകൾക്കൊടുവിലാണ്, ഒരുപാട് ആലോചനകൾക്കൊടുവിലാണ് പദ്ധതികളെല്ലാം രൂപീകരിക്കപ്പെട്ടു വരുന്നത്. അതിന്റെ എല്ലാ ഭാഗത്തുമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി എപ്പോഴും ഇവിടെ ആലോചിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗികത നമുക്ക് നൂതനമായി കേൾക്കുമ്പോൾ വളരെ ആകർഷകരമായി തോന്നുന്ന പദ്ധതികൾ ഏറ്റെടുക്കാൻ നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്ന പ്രായോഗികത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി തയ്യാറാക്കിയാണ് എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 100% എത്തിക്കുവാൻ ആ പ്രായോഗികത കൂടി പരിശോധിച്ചുകൊണ്ട് പദ്ധതികൾ തയ്യാറാക്കുന്നത് കൊണ്ടാണ് 100% പദ്ധതി നിർവഹണം എത്തിക്കുവാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയുന്നത്. അത് തുടർന്നും വരുന്ന ഭരണസമിതികളടക്കം ഈ വരുന്ന വർഷങ്ങളിലടക്കം അത് ആ നിലയിൽ തന്നെ തുടരും എന്നുള്ള നിലയിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ഭരണസമിതി തുടക്കം കുറിച്ചിട്ട് പോയ നൂതനമായ പദ്ധതികൾ അടക്കമുള്ള അജഗ്രാമം അടക്കമുള്ള പദ്ധതികൾ 2-3 വർഷം കൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു മുതൽക്കൂട്ടാവുന്ന തരത്തിലേക്ക് ആ പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അത് വരും വർഷങ്ങളിൽ ഈ ബ്ലോക്ക് മേഖലയിലെ ആട് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമാവുന്ന തരത്തിലേക്ക് ആ പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ട് ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ഇത്തരത്തിൽ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് പദ്ധതി നിർവഹണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് ഞങ്ങളുടെ 15 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഒരു രാഷ്ട്രീയ ഭേദവുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ പദ്ധതി നിർവഹണവും ഇതിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതെല്ലാം ഇതിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ സുതാര്യമാക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഊന്നലും ഉറക്കത്തിലും എപ്പോഴും ചിന്തിക്കുന്ന മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് മാത്രമാണ്. ഞാൻ അത്ഭുതത്തോടുകൂടി പലപ്പോഴും ആലോചിക്കാറുണ്ട്. എപ്പോഴും വിളിക്കാറുണ്ട്, ഫോൺ വിളിച്ച് കാര്യങ്ങൾ ആലോചിക്കും. അപ്പോഴെല്ലാം ഞാൻ ആലോചിക്കും, ഒരു മനുഷ്യന് എപ്പോഴും ഇത് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന്. നമ്മളെല്ലാം പലവിധമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ പലപ്പോഴും ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോഴും ഇത് പ്രസിഡന്റിനെ സംബന്ധിച്ച് എപ്പോഴും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ പറ്റി അല്ലാതെ മറ്റൊരു വിഷയത്തെ പറ്റി ചിന്തിക്കുകയോ വർത്തമാനം പറയുകയോ ചെയ്യാത്ത തരത്തിൽ പ്രസിഡന്റ് ഈ ബ്ലോക്ക് പഞ്ചായത്തുമായി ഇഴുകിച്ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഇടപെടുന്ന കാര്യത്തിൽ പ്രസിഡന്റ് വളരെ ശ്രദ്ധാപൂർവം അത് പലപ്പോഴും പ്രസിഡന്റിന്റെ ഡിവിഷന്റെ കാര്യങ്ങളാണ് പ്രസിഡന്റ് പലപ്പോഴും വിട്ടുപോകുന്നത്. ഞങ്ങളുടെയൊക്കെ ഡിവിഷനിലെ ഏതെങ്കിലും വിഷയം പറഞ്ഞാൽ പ്രസിഡന്റ് ആ സമയം കൊണ്ടത്ത് പോയി ഇടപെടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകാൻ കഴിയുന്നത് പ്രസിഡന്റിന്റെ കൂടി ഇടപെടൽ കൊണ്ടാണ്. അത് നേതൃത്വമായി ഞങ്ങൾക്കെല്ലാം ആശ്രയിക്കാൻ കഴിയുന്ന നേതൃത്വമായി നിലകൊള്ളുന്നതുകൊണ്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇത്രയേറെ ത്വരിത വേഗതയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ആകുന്നു. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സദാ ജാഗ്രതയോടുകൂടി ഇടപെടുകയും ഞങ്ങളുടെ എല്ലാം നേതൃത്വമായി നിൽക്കുകയും ചെയ്യുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി ലതിക വിദ്യാധരനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഏത് പരിപാടി അറിയിച്ചാലും കൃത്യമായി അത് ഏൽക്കുകയും വന്ന് ആ പരിപാടിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുകയും ഞങ്ങളോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ഈ ബ്ലോക്കിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സദാ
പങ്കാളിയാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ബഹുമാന്യ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ MLA ശ്രീമതി ജെ ചിഞ്ചുറാണി മന്ത്രിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഗ്രന്ഥശാലകൾക്കുള്ള ഫർണിച്ചറും ട്രൈസ്കൂട്ടറുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യായ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ചടയമംഗലം ഡിവിഷന്റെ ജില്ലാ പഞ്ചായത്ത് അംഗവും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായം നൽകുകയും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് സാംബെ ഡാനിയലിനെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെളുന്നല്ലൂർ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായകരമായ നിലപാടെടുക്കുകയും നമ്മോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൈൻകുമാറിനെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ഗ്രന്ഥശാലകളുമായി ബന്ധപ്പെടുത്തി ഞങ്ങളൊരു ആശയക്കുഴപ്പത്തിലെത്തിയപ്പോൾ അതിന് കൃത്യമായ നിർദ്ദേശം നൽകുകയും അതിന് വേണ്ടത്ര നിലയിൽ കൃത്യമായി ഇടപെടുകയും ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജി ദിനേശ് കുമാറിനെ വളരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഈ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം സജീവമായി ഇടപെടുകയും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൊതുവായ കാര്യങ്ങൾ ഇടപെടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ആർ ജയന്തി ദേവിയെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വമായി നിൽക്കുകയും നമുക്ക് ശരിയായ നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി കെ വിഷയെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വിനീ സുനിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിനീ സുനിലിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി അമൃതാശ്രീ, എളമാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വാളിയൂർ ജേക്കബ്, നിലമേൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഷമീന പറമ്പിൽ, വെളുന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എം അൻസർ, ഇവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പദ്ധതി നിർവഹണം അടക്കം പദ്ധതി രൂപീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ശരിയായ നിലയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ പി കെ ബാലേന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ പി കെ ബാലേന്ദ്രനെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലൈബ്രറി കൗൺസിലിന്റെ ജോയിന്റ് സെക്രട്ടറി മുൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രൊഫസർ ബി ശിവദാസന്റെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ എ രാജുവിനെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകുകയും ഈ പദ്ധതികളടക്കം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ ഇടപെടുകയും മുന്നോട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ നയിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളാണ്. അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ ജി വിക്രമപിള്ളയെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ എ നൌഷാദിനെ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അസീന എസിനെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അരുൺകുമാർ എസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി രാധിക എസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുധിൻ കടക്കലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഷജി എസിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുജിത് എസറിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി NS സലീനെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി കരികന്നൂർ സുഷമയെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഉഷാ ബോസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ CDPO ശിശു വികസന പദ്ധതി ഓഫീസർ വളരെ കാര്യക്ഷമമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ഇടപെടുത്തി ഞങ്ങൾക്ക് ഒരാശങ്കയും ഉണ്ടാക്കാത്ത വിധത്തിൽ കൃത്യസമയത്ത് പദ്ധതി നിർവഹണത്തിൽ കൃത്യമായി ആ പ്രവർത്തനങ്ങൾ നടത്തിയ ശ്രീമതി സുമയ്യ എസ്, ഞങ്ങളുടെ CDPO സുമയ്യ എസിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടയ്ക്കൽ CDPO ശ്രീമതി പ്രീത ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് ടി എസ് പത്മകുമാർ, ജി അജയൻ, എ ആർ റിയാസ് എന്നിവരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും കൃത്യമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നടപടിയിലായി ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ത്വരിത വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ വീഡിയോ ശ്രീ അജയരാജനെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, പ്രിയപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥർ, ഇവിടെ എത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ, ലൈബ്രറിയുടെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ അടക്കമുള്ള വിവിധ മേഖലകളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ യോഗത്തിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന സ്വാഗതം ആശംസിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഖലീലി നായർ, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായിട്ടുള്ള ശ്രീ ദിനേശ് കുമാർ, കെ ഉഷ, അഡ്വക്കേറ്റ് ജയന്തി ദേവി, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ചടയമംഗലം ശ്രീമതി മിനി സുനിൽ, എന്റെ സഹമെമ്പർമാരായിട്ടുള്ള ഭരണസമിതി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറി, അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹാദരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബശ്രീയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള DMC ശ്രീ വിമൽ ചന്ദ്രൻ, ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ബഹുമാനപ്പെട്ട ശ്രീ PK ബാലചന്ദ്രൻ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ദീർഘകാലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി പ്രവർത്തിച്ച് ഇപ്പൊ സ്ഥലം മാറിപ്പോയിട്ടുള്ള ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി ദീന സുശീൽ, ആശുപത്രിയിലെ പടക്കൽ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് അമ്പു അടക്കമുള്ള നിലമേൽ വെളുന്നല്ലൂർ ആശുപത്രിയിലെ ഡോക്ടർമാർ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, നമ്മുടെ 5 പഞ്ചായത്തിൽ എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട ഗ്രന്ഥശാലയുടെ ഭാരവാഹികൾ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ജോയിന്റ് BDOമാർ, അതുപോലെ തന്നെ POമാർ, LBOമാർ ആയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അംഗൻവാടി അധ്യാപികമാർ, NREGയുടെ നമ്മുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർമാർ, AXC, AE തുടങ്ങിയിട്ടുള്ള വജ്ര ജൂബിലി കലാകാരന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കമുള്ള എളമാട് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പദ്ധതികളുടെ നിർവഹണമാണ് ഏതാനും നിമിഷം കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. പദ്ധതി നിർവഹണത്തിൽ ജില്ലയ്ക്ക് സംസ്ഥാനത്തിന് മാതൃകയായി കണ്ട് 100%-ലധികം 103% പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് നല്ല ജനകീയമായ രീതിയിൽ അംഗീകാരം നേടുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭരണസമിതിക്ക് അങ്ങനെ കഴിഞ്ഞതിന്റെ പിന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിർവഹണ ഉദ്യോഗസ്ഥരെ, സെക്രട്ടറി അടക്കമുള്ള ഒരു ടീമിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇത്രയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് 3 ആശുപത്രികളെ സംബന്ധിച്ച് അവിടുത്തെ മെഡിക്കൽ ഓഫീസർമാർ ഒട്ടേറെ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം ഉള്ളപ്പോഴും നിശ്ചയിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് അവിടുത്തെ ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങളടക്കം മുന്നേറ്റിക്കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ആശുപത്രികളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ആതുര ശുശ്രൂഷ രംഗത്തെ മെഡിക്കൽ ഓഫീസർമാർക്ക് കഴിഞ്ഞത് വളരെ അഭിമാനത്തോടുകൂടി കാണുകയാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലയെടുത്താലും ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ PMAY വീടുകൾ 435 വീടുകൾ പൂർത്തീകരിക്കുവാൻ ഫണ്ടുകൾ കൊടുക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ അതൊരു വലിയ കടമ്പയാണ്. അത്രയും വീടുകളുടെ എല്ലാ വിവരങ്ങൾ ശേഖരിക്കുകയും അതിനാവശ്യമായ ഫണ്ടുകൾ നൽകുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രിയപ്പെട്ട VOമാർ, LBOമാർ നടത്തുന്ന പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കേണ്ടതാണ്. NREGയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘനാളുകളായി നമ്മുടെ ജില്ലയ്ക്കാകെ മാതൃകയായിക്കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി 2ാം സ്ഥാനം 1ാം സ്ഥാനമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നിൽക്കുന്നത്. അത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ NREGയിലെ ടീമുകളുടെയും 8 ഗ്രാമപഞ്ചായത്തിലെ അക്രഡിറ്റ് എഞ്ചിനീയർമാർ അവരുടെ ടീമായി വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെയാണ് നമ്മുടെ SC ഓഫീസർ. സംസ്ഥാനത്ത് തന്നെ ഗവൺമെന്റ് പ്രത്യേക അംഗീകാരം നേടിയെടുക്കുവാൻ SC വിഭാഗത്തിന്റെ ഓഫീസർ എന്ന നിലയിൽ അവരുടെ ടീമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി നിശ്ചയിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു അംഗീകാരം നേടിയെടുക്കുവാൻ ഈ കാലയളവിൽ SC വിഭാഗത്തിന്റെ ഓഫീസർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ 53 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 8 ഗ്രാമപഞ്ചായത്തിലായി വനിതകൾക്ക് സംരംഭം നടപ്പിലാക്കുന്നതിന് വേണ്ടി വ്യവസായ ഓഫീസർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ ഓരോ മേഖലകളും വ്യവസായമായാലും അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AE ഓവർസിയർമാർ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് നന്നായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഇത്രയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാവരുടെയും എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ ജീവനക്കാരും അതുപോലെ ഭരണസമിതിയും ഒരുപോലെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 ഡിവിഷനുകളിലായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം ഒന്നും കാണിക്കാതെയാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളെ ബഹുമാനിയായിട്ടുള്ള ഉദ്ഘാടകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സാംസ്കാരിക രംഗത്തിനും അതുപോലെ തന്നെയാണ് ആതുര ശുശ്രൂഷ രംഗത്തിനും SC മേഖലയ്ക്കുമെല്ലാം നല്ല ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾക്ക് മുന്നേറുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് കൂട്ടിയോജിപ്പോടുകൂടി തികഞ്ഞ അച്ചടക്കത്തോടുകൂടി അതുപോലെ തന്നെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനടക്കമുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം ഇടപെട്ടുകൊണ്ട് ഓരോ പ്രദേശത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുമയോടുകൂടിയുള്ള പ്രവർത്തനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം ഭാഗമായി എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരെ ഈ വേദിയിൽ ഞങ്ങൾ ആദരിക്കുകയാണ്. അതെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിമാനമായി കാണുകയാണ്. നേരത്തെ ഇവിടെ പാടിയ 2 പേരെ നിങ്ങൾ കേട്ട് വജ്ര സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കിയ വജ്ര ജൂബിലി കലാകാരന്മാർ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ 6 ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഗ്രന്ഥശാലകളിൽ സൗജന്യമായിട്ടാണ് കലാപരിപാടികൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക രംഗത്ത് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ വജ്ര ജൂബിലി കലാകാരന്മാരുടെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് കൃഷ്ണകുമാറിന്റെ ഒരു പാട്ട് മാത്രമേ പാടാൻ സമയം കിട്ടിയിട്ടുള്ളൂ. തുടർന്ന് അവരുടെ എല്ലാ പരിപാടികൾ വജ്ര ജൂബിലി കലാകാരന്മാരുടെ പരിപാടികൾ അവതരിപ്പിക്കുവാനും നമ്മുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പണിയെടുക്കുന്ന അംഗനവാടി, ആശ, ഹരിതകർമ്മസേന, കുടുംബശ്രീ തുടങ്ങിയ പ്രിയപ്പെട്ട സഹോദരിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർഗോത്സവം എന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട DMCയുടെ എല്ലാ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ രംഗത്ത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ ആയാലും അംഗൻവാടി ആയാലും ആശാ വർക്കർമാരായാലും ഹരിതകർമ്മസേനയായാലും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശക്തികളായി ഇവരെല്ലാം പ്രവർത്തിക്കുകയാണ്. അംഗനവാടിയിൽ തന്നെ 245 ടീച്ചർമാർ 245 ഹെൽപ്പർമാരുമായിട്ടാണ് നമുക്ക് ഉള്ളത്. അവരുടെ എല്ലാം നിറഞ്ഞ സഹായങ്ങളാണ് CDPയുടെ സൂപ്പർവൈസർമാരുടെ എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ജോബ് സെന്റർ. ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പ്രത്യേക നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തൊഴിൽദായകർക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോട് നടപ്പിലാക്കുകയാണ്. അതിനേക്കാളേറെയാണ് നമ്മുടെ സമൂഹം പലപ്പോഴും വേർതിരിച്ചു നിർത്തുന്ന വൈകല്യമുള്ള സഹോദരങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വാഹനം നൽകുക എന്നുള്ളത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറ്റവും കർമ്മനിരതമായ ഒരു പരിപാടിയാണ്. 11 പേർക്ക് 1,14,000 രൂപ ചെലവഴിച്ചുകൊണ്ട് 11 പേർക്കാണ് ഇന്ന് വാഹനം നമ്മൾ കൈമാറുന്നത്. അതെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. ഇന്ന് തന്നെ 66 ഗ്രന്ഥശാലകൾക്ക് ഫർണിച്ചർ കൊടുക്കുന്നതിൽ 5 പഞ്ചായത്തിലെ 40 ഗ്രന്ഥശാലകൾ ഇന്ന് കൊടുക്കുകയും കുമ്മിൾ ചിതറ കടക്കൽ പഞ്ചായത്തിലെ ഗ്രന്ഥശാലയ്ക്ക് കടക്കൽ വെച്ചൊരു പരിപാടി നടത്തിക്കൊണ്ട് കൊടുക്കുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാല 14 ഗ്രന്ഥശാലയ്ക്കാണ് ഇട്ടിവ പഞ്ചായത്ത്. അതുപോലെ എളമാട്, അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥശാലകളും ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേഷനുള്ള എല്ലാ ഗ്രന്ഥശാലകളെയും പരിഗണിക്കുവാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ സമസ്ത മേഖലകളിൽ അതുപോലെ തന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ വനിതാ ഘടക പദ്ധതിയുമായി ബന്ധപ്പെട്ട് SC/ST മേഖലയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന കടക്കൽ താലൂക്ക് ആശുപത്രിക്കാണ്. കടക്കൽ താലൂക്ക് ആശുപത്രി ഒരു ദിവസം നമ്മൾ 40 പേർക്ക് സൗജന്യമായി ഡയാലിസിസ് നൽകുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2,35,00,000 രൂപയാണ് ഈ വർഷം പദ്ധതിയിൽ അംഗീകരിച്ചിട്ടുള്ളത്. അതിന് തുല്യമായിട്ടുള്ള തുകകൾ വെളുന്നല്ലൂർ നിലമേൽ ആശുപത്രികളിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. വെളുന്നല്ലൂർ ആശുപത്രി ഇപ്പോൾ ദേശീയ അംഗീകാരത്തിനുള്ള നടപടികൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കടക്കൽ താലൂക്ക് ആശുപത്രിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. തുടർന്ന് വിപുലമായിട്ടുള്ള കെട്ടിടത്തിനുള്ള നടപടികളുമായി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ എല്ലാ സഹായത്തോടുകൂടി അതിനാവശ്യമായ എസ്റ്റിമേറ്റും പ്ലാനും ബഹുമാനപ്പെട്ട ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. കിഫിയുമായി അതൊക്കെ മന്ത്രി പറയും. കിഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിപുലമായ രീതിയിലുള്ള പ്ലാനും എസ്റ്റിമേറ്റുമാണ് സമർപ്പിച്ചിട്ടുള്ളത്. നിലമേലിനെ സംബന്ധിച്ച് മാതൃകാ ലാബ് വരാൻ പോവുകയാണ്. നമ്മുടെ പബ്ലിക് ലാബിന് സമാനമായിട്ടുള്ള ലാബ്, അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ 3 ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരുടെ ജീവനക്കാരുടെ കുറവ് നമ്മളെ അലട്ടുന്നുണ്ട്. അതെല്ലാം കേരളത്തിലെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് പോസ്റ്റ് ക്രിയേഷൻ അടക്കം നടത്തിക്കൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ നടത്തിയുള്ള ഇടപെടൽ ഞങ്ങൾ കൂട്ടായി നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ എല്ലാ സഹായങ്ങളും അക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കടുത്ത പനിയും മറ്റ് രോഗങ്ങളും വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായവും ഈ 3 ആശുപത്രിക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം ആവശ്യമായ എല്ലാ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും നൽകിക്കൊണ്ടാണ് സാംസ്കാരിക രംഗത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പൂർത്തീകരിച്ചത് ഈ വർഷം നടപ്പിലാക്കാൻ പോകുന്നത് കടക്കൽ വിപ്ലവ സ്മാരകത്തിന്റെ കോൺഫറൻസ് ഹാളിന് വേണ്ടി 15 ലക്ഷം രൂപയും, EMS ഗ്രന്ഥശാല ഇളമാടിന് 15 ലക്ഷം രൂപയും, അയ്യൂബ് മെമ്മോറിയൽ ഗ്രന്ഥശാലയ്ക്ക് കെട്ടിടം, ശിവരാജൻ മെമ്മോറിയൽ ഗ്രന്ഥശാലയ്ക്ക് കെട്ടിടം, വയലാർ സംസ്കൃതി ഗ്രന്ഥശാലയുടെ കെട്ടിടം തുടങ്ങിയ അതിനെല്ലാം അനുവാദങ്ങൾ ലഭിച്ചു കഴിഞ്ഞതും ഈ രംഗത്ത് അഭിമാനത്തോടെ പറയാൻ കഴിയുകയാണ്. നിരവധി ഗ്രന്ഥശാലകൾ ഇപ്പോൾ ഈ അടുത്ത മാസത്തിൽ, ഈ മാസം ലാസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത് സമർപ്പിക്കുവാൻ കഴിയും. കാട്ടാമ്പള്ളി സന്മാർഗദായിനി ഗ്രന്ഥശാലയ്ക്ക് 15 ലക്ഷം രൂപ ഉടനെ എസ്റ്റിമേറ്റ് എടുക്കുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നന്നായി ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സാംസ്കാരിക രംഗത്തിനും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നതിനും ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും, ഓരോ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെയും, ജനനേതാക്കന്മാരെയും, രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലാം ആത്മാർത്ഥമായ സഹായ സഹകരണവും ഇടപെടലും ഈ അവസരത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും ഇനി കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും അവരെ കഴിവിനപ്പുറമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം നന്ദിയോടുകൂടി ഓർക്കുന്നതോടൊപ്പം തന്നെ മുൻകാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ DMC. അതുപോലെ തന്നെ നമ്മുടെ AXC NREG അതിന്റെ സംസ്ഥാന എഞ്ചിനീയറാണ്. പക്ഷെ അവരെല്ലാം ആ കാലഘട്ടങ്ങളിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെയും, വേദിയിലിരിക്കുന്ന ആദരണീയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർ, ഏറെ ബഹുമാന്യായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അടക്കമുള്ള എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ആദരണീയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയെ ക്ഷണിക്കുന്നു.
തിരിഞ്ഞിരിക്കല്ലേ സാർ അങ്ങോട്ട് കയറിക്കോ സാറേ. ഒന്ന് പിടിക്കും നോക്കി വിളിച്ചു. പ്രിയങ്കരിയായ അധ്യക്ഷ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലിനിയ വിദ്യാധരൻ, സ്വാഗതം പറഞ്ഞ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ഹരീബി നായർ, പ്രിയപ്പെട്ട മുഖ്യ പ്രഭാഷണം നടത്തുന്ന മികച്ച കുടുംബശ്രീ മിഷനുള്ള ആദരവ് എന്നിവിടെ നടത്തുന്ന കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയങ്കരനായ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, പദ്ധതി നിർവഹണം 100% നിർവഹണ ഉദ്യോഗസ്ഥർക്കുള്ള ആദരവ് നൽകുന്ന അഡ്വക്കേറ്റ് ഷൈൻകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം, അതോടൊപ്പം തന്നെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് സെന്ററുകളുടെ ഉദ്ഘാടനം, മുൻ വജ്ര ജൂബിലി കലാകാരന്മാരെ ആദരിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ ദിനേശ് കുമാർ, പ്രിയപ്പെട്ട ബ്ലോക്ക് ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഭവന പദ്ധതി ജില്ലയിലെ പ്രവർത്തന മികവിനുള്ള ആദരവ് നൽകുന്ന ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അഡ്വക്കേറ്റ് ആർ ജയന്തി ദേവി, പ്രിയപ്പെട്ട കമ്പ്യൂട്ടറുകളുടെ വിതരണ ഉദ്ഘാടനം ജില്ലയിലെ പ്രവർത്തന മികവിനുള്ള ആദരവ് നൽകുന്ന പ്രിയങ്കിരിയായ ചെയർപേഴ്സൺ ശ്രീമതി കെ ഉഷ, പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ചടയമംഗലം പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, പ്രിയപ്പെട്ട ഇക്ടിവ പ്രസിഡന്റ് അമൃത, ശ്രീ ഇളമാട് പ്രസിഡന്റ് വാണിയോട് ജേക്കബ്, അതോടൊപ്പം തന്നെ ശ്രീമതി ഷെമീന പറമ്പിൽ നിലമ്പേൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മാൻ സാർ, വെളിഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ ബാലചന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ നമ്മുടെ വേദിയിലുള്ള പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, അതോടൊപ്പം തന്നെ അതിന്റെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ ശിശുവികസന ഓഫീസർ ചടയമംഗലം, ശിശുവികസന ഓഫീസർ പദ്ധതിയുടെ അഡീഷണൽ ഓഫീസർ പ്രീത, ശ്രീ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ടി എസ് പത്മകുമാർ, എൽ സി സെക്രട്ടറി സി പി ചടയമംഗലം സഖാവ് അജയൻ, പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് INC ശ്രീ ആർ റിയാസ്, കെ ആർ റിയാസ്, ശ്രീ അജയ് രാജ് സെക്രട്ടറി ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ, വിവിധ സംഘടനകളിൽ നിന്ന് എത്തിയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ, ലൈബ്രറിയുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പഴയ നമ്മുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് ഉൾപ്പെടെ, കുടുംബശ്രീയുടെ തന്നെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉൾപ്പെടെ, നമ്മുടെ പഴയ എക്സി ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, കുറച്ചധികം താമസിച്ചു ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഗവൺമെന്റ് ഒരു വലിയ പദ്ധതി നമ്മുടെ കുളത്തൂപ്പുഴയിൽ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ ഫാമിൽ ഒരു മീറ്റിങ്ങും ആ ഫാം വിസിറ്റിങ്ങും എല്ലാം കൂടെ ആയിരുന്നു വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് താമസിച്ച് എത്താൻ എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. നമുക്കറിയാം, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് പദ്ധതി നിർവഹണത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. സാധാരണ നമുക്കറിയാം, കുറച്ച് എനിക്ക് തോന്നുന്നു ഏറിയും കുറഞ്ഞുമൊക്കെ മുമ്പ് നിൽക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ 100%-ലേക്കാണ് പലപ്പോഴും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എത്തിച്ചത്. അതങ്ങനെ എല്ലാവർക്കും ഒന്നും എത്താൻ പറ്റത്തില്ല. സാധാരണ പദ്ധതിയിൽ നമുക്കറിയാം, പദ്ധതിയൊക്കെ നമ്മുടെ DPC അംഗീകരിച്ചു കഴിഞ്ഞാൽ ചില ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് ഒക്കെ വളരെ പയ്യെ മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യൂ. പലപ്പോഴും പദ്ധതി നമ്മുടെ അവസാന ഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളിൽ പദ്ധതി വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നിർവഹിക്കുവാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും ത്രിതല പഞ്ചായത്തുകളിൽ കാണാറുള്ളതാണ്. അപ്പൊ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 100% പദ്ധതി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാറ്റമാണ് നമ്മുടെ ഇവിടത്തെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് നമ്മുടെ ബ്ലോക്ക് ഒരു ബ്ലോക്കാണ് നമുക്കുള്ളത്.
ഒരു പഞ്ചായത്ത് മാത്രമാണ് അഞ്ചൽ ബ്ലോക്കിൽ വരുന്നത്. പക്ഷെ ഇവിടെ എല്ലാം നമുക്ക് ഈ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ അതിനെ സഹായിക്കാൻ പറ്റാവുന്ന ഉതകുന്ന ഉദ്യോഗസ്ഥർ നമുക്കുണ്ടായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ 100%-ലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നത്. നാം ഇന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് പലപ്പോഴും ഗ്രാമപഞ്ചായത്ത് 100%-ൽ എത്തുവാൻ പലപ്പോഴും അവർക്ക് കഴിയുന്നു. കാരണം 100% പൂർത്തീകരിക്കുന്ന ചില പദ്ധതികൾ വളരെയധികം താമസം നേരിടുന്നത് കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ കഴിഞ്ഞിരുന്ന ബ്ലോക്കിന്റെ BDO എന്ന് പറയുന്ന ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് ജില്ലയുണ്ട്. അദ്ദേഹം ജില്ലയിൽ കുടുംബശ്രീയുടെ ചാർജ് എടുത്ത് പോയെങ്കിലും അദ്ദേഹവും ഇരുന്ന കാലഘട്ടത്തിൽ വളരെ മെച്ചമായി പോകാൻ കഴിയും. നമുക്ക് തുടർന്ന് ഇപ്പം നിലവിലൊരു BDO ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നല്ലതുപോലെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് കുറച്ച് പിന്നോട്ട് നിൽക്കുന്നത് ബ്ലോക്കിന്റെ ഫണ്ടല്ലാതെ വരുന്ന ചില ഫണ്ട് നമുക്കുണ്ട്. അത് നമ്മുടെ സംസ്ഥാന ഫണ്ട് വരുന്നുണ്ട്. അത് പഞ്ചായത്ത് വകുപ്പ് മുഖേന തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാവുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചില പദ്ധതികൾ, ഗവൺമെന്റ് ചില പദ്ധതികളും റോഡ് വർക്കുകളൊക്കെ വരുമ്പോൾ അതിനകത്ത് വലിയൊരു ഇഴച്ച് നമ്മുടെ ചടയമംഗലത്തെ സംബന്ധിച്ച് നടക്കാറുണ്ട്. സാധാരണ അതൊക്കെ നമ്മുടെ ജില്ലയിൽ കളക്ടർ തന്നെ നേതൃത്വം വഹിച്ച് ചെയ്യുന്ന ഒന്നാണ്. അവർ തന്നെ നേരിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഇതിന്റെ അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സമയബന്ധിതമായി നമുക്ക് ചെയ്യുവാൻ പറ്റും. കാരണം ഒരേ AEC കാണും, ഒരേ AE കാണും. ഈ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ചടയമംഗലം ബ്ലോക്കിലെ 4ഉം 5ഉം പഞ്ചായത്തുകളിൽ അവരെത്തിച്ചേരേണ്ടത് ആവശ്യകതയുണ്ട്. എസ്റ്റിമേറ്റ് എടുക്കേണ്ടത് ആവശ്യകതയുണ്ട്. അതിനൊക്കെ TSഉം ASഉം കൊടുക്കേണ്ടത് ആവശ്യകതയുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടുത്തെ പദ്ധതി നിർവഹണത്തെ, നമ്മുടെ ചടയമംഗലം ബ്ലോക്കിന്റെ പദ്ധതി നിർവഹണത്തെ അത് ബാധിക്കുന്നു. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്ക് AE കണ്ടിരുന്നു, AEC കണ്ടിരുന്നു, നമ്മുടെ BDO കണ്ടിരുന്നു. അവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിലും അത്രയും നമ്മുടെ ഉദ്യോഗസ്ഥരെ താഴെ തട്ടിൽ അവർക്ക് വിടാൻ സാധിക്കില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പല്ല, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ 1000 കോടി രൂപയ്ക്കുള്ള പദ്ധതി ഇപ്പോൾ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പഞ്ചായത്തിൽ 3ഉം 4ഉം പദ്ധതികൾ വെച്ച് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെയൊക്കെ എസ്റ്റിമേറ്റുകൾ ഇവിടെ എടുത്ത് വന്ന് AS TS കൊടുത്തോ എന്ന് ചോദിച്ചാൽ തുച്ഛമായ വർക്കുകൾക്ക് മാത്രമാണ് കൊടുത്തത്. അതിനു മുമ്പ് തന്നെ MLAയുടെ ഫണ്ട് ഉൾപ്പെടെ നമ്മൾ കളക്ടർക്ക് കൊടുത്തത് അതുമെല്ലാം താഴെ തട്ടിൽ വരുമ്പോൾ അത് പലപ്പോഴും പലരും പിടിച്ച് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയും ചിലതിനകത്ത് എന്തെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൂടി പരിഹരിക്കുവാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ന് നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തുകൾക്കൊക്കെ ആകുമ്പോൾ സാംസ്കാരിക നിലയങ്ങളെയൊക്കെ സഹായിക്കാൻ പോകും. ഒട്ടേറെ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ, പ്രത്യേകിച്ച് ലൈബ്രറികൾ, അതിന്റെ ചാർജ് വഹിക്കുന്ന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വന്ന് അവർക്ക് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇന്ന് വിതരണം ചെയ്യുന്നതായി അത് ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ അത്തരത്തിലുള്ള പദ്ധതികൾ ഉൾപ്പെടെ വെച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. സാധാരണ ലൈബ്രറികൾ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇരിപ്പിടങ്ങളൊന്നും പലപ്പോഴും പല ലൈബ്രറികളിലും കാണില്ല എന്നുള്ളതാണ്. പക്ഷേ പുസ്തകം വെക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് അത്യാവശ്യം അലമാരകൾ നമ്മൾ എന്തായാലും അത് സംഭരിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ ആണെന്നും അല്ലെങ്കിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ ആണെമ്പോൾ കുറച്ചധികം സഹായങ്ങൾ അവർ അലമാരി എടുക്കുവാനും കമ്പ്യൂട്ടർ എടുക്കുവാനും ഒക്കെയുള്ള സഹായങ്ങൾ, മൈക്ക് എടുക്കുവാനുള്ള സഹായങ്ങളൊക്കെ ജില്ലാ ലൈബ്രറി കൗൺസിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കിട്ടാത്ത ചില ലൈബ്രറികളും നമ്മുടെ ഇവിടെ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. എന്നാൽ കൊല്ലം ജില്ല തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചടയമംഗലമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിയും. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമുക്കറിയാം വിട്ടിബാവ് ഉൾപ്പെടെയുള്ള ചിതറ ഉൾപ്പെടെയുള്ള നിരവധി പഞ്ചായത്തുകളിൽ, നമ്മുടെ കടക്കൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ആവശ്യം പോലെ നമുക്കിന്ന് ലൈബ്രറികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ലൈബ്രറികളുടെ പ്രവർത്തനവും മെച്ചപ്പെട്ടു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈബ്രറികൾക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ നമുക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യകതയുണ്ട്. നമുക്കിപ്പോ MLA എന്ന നിലയ്ക്ക് ഞങ്ങളിപ്പോ ചെയ്യുന്നത് ഏറ്റവും കുറവ് പുസ്തകമുള്ള ലൈബ്രറികൾ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു 10,000 രൂപയുടെ പുസ്തകങ്ങൾ കൊടുക്കുന്ന തരത്തിലേക്ക് കഴിഞ്ഞ വർഷവും നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു.
ഇത്തവണയും കഴിഞ്ഞ വർഷം കിട്ടിയവരെ ഒന്ന് മാറ്റി ഇത്തവണയും അത് കുറച്ചുള്ള ആൾക്കാർക്ക് ഇപ്പൊ ലൈബ്രറി പുസ്തകം അവർക്ക് കുറവാണെങ്കിൽ 10,000 രൂപയുടെ പുസ്തകങ്ങൾ എടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക. അതെല്ലാം ഞങ്ങൾ ഇത്തവണയും അത് വിതരണം ചെയ്യുവാനുള്ള സമയമായി എല്ലാ ലൈബ്രറിയും പോയി പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ നമുക്കറിയാം കെട്ടിടങ്ങൾ ഉൾപ്പെടെ ലൈബ്രറികൾക്ക് സ്ഥലമുണ്ടെങ്കിലും കെട്ടിടങ്ങളില്ലാത്ത ലൈബ്രറികൾ നമ്മുടെ ഇവിടെയുണ്ട്. അവിചാരിതമായിട്ടാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് പണം വയ്ക്കുന്നുണ്ട്, MLA ഫണ്ട് ഉൾപ്പെടെ നമ്മൾ വയ്ക്കുന്നുണ്ട്. ഏതൊക്കെ ലൈബ്രറിയാണ് എന്ന് ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് പറയുവാനുള്ളത്. ഭിന്നശേഷി കുട്ടികൾ അവരുടെ കലോത്സവമൊക്കെ നമ്മൾ കണ്ടു. വളരെ ഗംഭീരമായ നിലയിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കുഞ്ഞുങ്ങളെ പഞ്ചായത്ത് തലത്തിൽ അവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ നടന്നെങ്കിൽ ബ്ലോക്ക് തലത്തിലും ഈ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ ഒക്കെ വലിയ കലാമേള ഉൾപ്പെടെ സംഘടിപ്പിക്കുവാൻ അവരുടെ മത്സരങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെയും സമൂഹത്തിന്റെ മുഖ്യ ധാരയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഗവൺമെന്റും ത്രിതല പഞ്ചായത്തും ഒക്കെ പോകുന്നത്. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം ചിലർക്ക് നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്, ചിലർ എഴിഞ്ഞാണ് വരുന്നത്. പലപ്പോഴും അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു സഹായം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് സ്കൂട്ടർ ഉൾപ്പെടെ ഇന്നിവിടെ വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുമ്പോൾ ആ നിർവഹണ ഉദ്യോഗസ്ഥർ 100% വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം എങ്കിലും കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനം മെച്ചമാണ്, മികച്ചതാണ് എന്ന് അവരെടുത്ത് പറഞ്ഞ് 4 പേരുടെ മുമ്പിൽ വെച്ചിട്ട് ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. നാളെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അടുത്ത വർഷത്തെ നമ്മുടെ സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റുകൾ നമുക്ക് ആ തരത്തിൽ വളരെ നല്ലതുപോലെ മെച്ചമായ നിലയ്ക്ക് DPC കൊടുത്ത് അംഗീകാരം നേടുവാനും സമയബന്ധിതമായത് പൂർത്തീകരിക്കുവാനും തീർച്ചയായിട്ടും ഇത്തവണ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണയും അത്തരത്തിലുള്ള ഒരു ഊർജം നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് കാണും. അത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം ഇവിടെ ജോബ് സ്റ്റേഷനുണ്ട്, കമ്പ്യൂട്ടർ വിതരണം, ഇതെല്ലാം ഇവിടെ നിന്ന് നടപ്പിലാക്കുന്നുണ്ട്. വ്യത്യസ്തതയാകുന്ന എല്ലാ ബ്ലോക്കുകളിലും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്ക് കാണാനില്ല. നമ്മുടെ ആശുപത്രികളുടെയൊക്കെ വികസനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആശുപത്രിയിൽ നമുക്കറിയാം ആവശ്യമുള്ള ഡോക്ടേഴ്സിന് ഉൾപ്പെടെ കൊടുക്കുവാൻ ഇന്ന് ഗവൺമെന്റിന്റെ കയ്യിൽ അത്യാവശ്യം ഡോക്ടർമാരില്ലാത്തതാണ്. നിരവധി ആശുപത്രികൾ ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആശുപത്രികൾ ഉയർന്നു വരുമ്പോൾ കൂടുതൽ തസ്തിക നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡോക്ടേഴ്സിന്റെ സേവനം വളരെ കൃത്യതയോടുകൂടി ഉപയോഗിക്കാനുള്ളൂ. കടക്കൽ താലൂക്ക് ആശുപത്രി നമുക്കറിയാം വളരെ മെച്ചമായ ഒരു ആശുപത്രിയാണ്. മലയോര മേഖലകളിലെ സാധാരണക്കാർ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ കടക്കൽ താലൂക്ക് ആശുപത്രി. ഏതായാലും അവിടുത്തെ നമുക്കിപ്പോൾ സ്ഥല സൗകര്യം നമ്മുടെ റവന്യൂ വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടി, പഞ്ചായത്തിന്റെ സഹായം ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ പുതിയ പദ്ധതിക്ക് അംഗീകാരം കിട്ടുവാൻ ആദ്യം കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇനി ഈ വർഷത്തെ പ്രോജക്റ്റിൽ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് കടക്കൽ താലൂക്ക് ആശുപത്രി വരാൻ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ 25 കോടി രൂപ നമുക്ക് വേണ്ടി തരാമെന്നുള്ള ഉറപ്പ് നമ്മുടെ മന്ത്രി തന്നിട്ടുണ്ട്. ആദ്യ വർഷം തന്നെ നമുക്കതിൽ പണം അനുവദിച്ചതാണ്. ആ പണം നമുക്ക് കൃത്യതയോടുകൂടി വിനിയോഗിക്കാൻ സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആ പണം പോയതാണ്. ഇപ്പൊ സ്ഥലമെല്ലാം കിട്ടി. അദ്ദേഹം നമ്മുടെ അവിടുത്തെ ആശുപത്രി സൂപ്രണ്ട് ഇവിടെയുണ്ട്. സമയബന്ധിതമായി തന്നെ ഞങ്ങൾ അതിന്റെയൊക്കെ മീറ്റിങ്ങുകളൊക്കെ കൂടിക്കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ചുമതലപ്പെടുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തന്നെ നമുക്കത് എത്രയും പെട്ടെന്ന് നമ്മുടെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എസ്റ്റിമേറ്റും ബാക്കിയുള്ള എല്ലാം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പദ്ധതി ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന്റെ തറക്കല്ലിടുവാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഈ അവസരത്തിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ കടക്കുന്നില്ല. പറഞ്ഞാൽ ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണം. അതുകൊണ്ട് ആ തരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നല്ല ചൂടാണ്, ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് ഒരുപാട് നേരമായി. അതുകൊണ്ട് ആനുകൂല്യ വിതരണത്തിന്റെ സമയമൊക്കെയായി. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഈ ഗ്രന്ഥശാലകൾക്ക് ഇന്ന് ഫർണിച്ചർ ഭിന്നശേഷിക്കാർക്ക് ഡ്രൈസ് കൊടുക്കണം, അതിൻ്റെയൊക്കെ വിതരണം കാണും നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഒരുപാട് പരിപാടികളുണ്ട്. ഗ്രന്ഥശാലകൾക്ക് ഉള്ള 40 ഗ്രന്ഥശാലയ്ക്കാണ് ഇന്ന് താക്കോൽദാനം നൽകുന്നത്. ഇവിടെ വേദിയിൽ വെച്ച് 2 ഗ്രന്ഥശാലകൾക്കും രണ്ട് ഗ്രന്ഥശാലകൾക്കാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ നൽകുന്ന പ്രോജക്റ്റ് ഉള്ളത്. അത് ആദ്യം ഇവിടെ വെച്ച് അലമാരയുടെ താക്കോൽ നൽകുന്നത് EMS ഗ്രന്ഥശാല ഇളമാടും യുവധാര ഗ്രന്ഥശാല വെളിനല്ലൂർ 2 ഗ്രന്ഥശാലകൾക്ക് ഇവിടെ വെച്ച് താക്കോൽ കൊടുക്കുക. ബാക്കി എല്ലാ ഗ്രന്ഥശാലകൾക്കും താക്കോൽ നൽകുന്നതാണ്. യോഗം കഴിഞ്ഞ ഉടനെ 2 ഗ്രന്ഥശാലകൾക്ക് കമ്പ്യൂട്ടർ നൽകുന്നത് ഒന്ന് EMS ഗ്രന്ഥശാലയും ഒന്ന് വെളിയം ഭാർഗവൻ ഗ്രന്ഥശാല 2 ഗ്രന്ഥശാലകൾക്കുള്ള ചടയമംഗലം. ഈ 2 ഗ്രന്ഥശാലകളുടെയും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ താക്കോൽദാനം ഇവിടെ വെച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ യോഗം തീർത്തുകൊണ്ട് എല്ലാ ഗ്രന്ഥശാലകൾക്കും നൽകുക. അത് കഴിഞ്ഞതിന് ശേഷം ഏറെ ബഹുമാനപ്പെട്ട ഒരു 10 പേരെ ആദരിക്കലുണ്ട്. അതിനുശേഷം നമുക്ക് താഴെ ഇറങ്ങി റൈസ് കുക്കറിന്റെ താക്കോല് കൊടുത്തതിന് ശേഷമാണ് മിനിസ്റ്റർ പോകാവൂ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. യുവധാര ഗ്രന്ഥശാല അജിത്ത് EMS ഗ്രന്ഥശാലയുടെ ഭാരവാഹി കമ്പ്യൂട്ടർ ശ്രീ വിജിത്തും അതുപോലെ തന്നെ ഒരു ഈ താക്കോലിട്ട് വേണം തുറക്കാൻ. ഹരികുമാറോടെ AP ഹരികുമാർ ഇങ്ങോട്ട് വിജിത്ത് അവിടെ വിജിത്ത് വിജിത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ മൈക്കിലൊന്ന് ഒന്ന് വിളിക്കാൻ വിജിത്തിന് വരാൻ പറഞ്ഞു. ഇതിന്റെ ഇടപെടി. ഇങ്ങോട്ട് നീ ആദരിക്കലാണ്. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് ഏറെ ബഹുമാനനായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. അതിനുശേഷം ആദരിക്കും. ഇരിക്കണേ. ഏറെ പ്രിയങ്കരിയായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകുന്ന ഏറെ പ്രിയങ്കരിയായ ശ്രീമതി വലിയ വിദ്യാധരൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഏറെ പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി നായർ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയങ്കരിയായ നമ്മുടെ പ്രിയങ്കരിയായ MLA കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമായ ശ്രീമതി കെ ചിഞ്ചുറാണി, വേദിയിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏറെ പ്രിയങ്കരനായ ശ്രീ ജി ദിനേഷ് കുമാർ, അതുപോലെ തന്നെ ക്ഷേമാലി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ആർ ജയന്തി ദേവി, ശ്രീമതി കെ ഉഷ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അടക്കം വേദിയിലുള്ള
ഏറെ പ്രിയങ്കരായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, നമ്മുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ഏറെ പ്രിയങ്കരായ ശ്രീ PK വാലേന്ദ്രനടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ ജില്ലാ കുടുംബശ്രീയുടെ മിഷന്റെ കോർഡിനേറ്റർ അടക്കമുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് ഈ ചടങ്ങിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഒരു വർത്തമാനത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് ഈ ചടങ്ങിൽ ഇല്ല എന്നുള്ളത് എനിക്കറിയാം. വളരെ കുറച്ച് താമസിച്ചാണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ. ഞങ്ങളെല്ലാവരും വിവിധ തരത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന വിവിധ തരത്തിലുള്ള ഈ പദ്ധതി ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഇവിടെ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ജില്ലയ്ക്കും ഒരുപക്ഷെ സംസ്ഥാനത്തിനും മാതൃകയായി നിരവധിയായ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ബ്ലോക്കാണ്. അതുകൊണ്ടാണ് 100% പദ്ധതി ചെലവഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. കാരണം ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന പദ്ധതി തുക പരിപൂർണമായും ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതിന്റെ അധ്യക്ഷനും ഉപാധ്യക്ഷനും അടക്കമുള്ള അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ സാമ്പത്തിക വർഷത്തിനുള്ളിൽ 100% തുകയും ചെലവഴിക്കുക എന്ന് പറയുന്നത് അപൂർവമായി മാത്രം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കഴിയുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കൊടുക്കുന്ന തുക പരിപൂർണമായും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ വരുന്ന ജനങ്ങൾക്കോ അതിന്റെ സ്ഥാപനങ്ങൾക്കോ വേണ്ടി ചെലവഴിക്കാതെ പറഞ്ഞാൽ എന്താ പ്രശ്നം? 100 രൂപ കൊടുക്കുകയും 50 രൂപ ചെലവഴിക്കുകയും ചെയ്താൽ ബാക്കി 50 രൂപ യഥാർത്ഥി അത് ലാപ്സായി പോകുന്നു, മിക്കവാറും അത് ചെലവഴിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരികളെ സംബന്ധിച്ച് വീഡിയോ അടക്കമുള്ള അതിന്റെ സ്വാഭാവികമായും ബന്ധപ്പെട്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സിനെ സംബന്ധിച്ച്, അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയെ സംബന്ധിച്ച് എത്ര കാര്യക്ഷമമാണ്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എത്രമാത്രമാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായ ഉദാഹരണമാണ് ഈ 100% ചെലവഴിക്കുക എന്നുള്ളത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കുന്നത്. ശ്രീമതി ലതിക വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി കഴിഞ്ഞ 4.5 വർഷക്കാലം ഏറ്റെടുത്ത പദ്ധതി, വിവിധങ്ങളായ പദ്ധതികൾ, ആ പദ്ധതികളെല്ലാം ജനങ്ങളുടെ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായും ജനോപകാരപ്രദമായ പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും നമുക്കറിയാം, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് ഭിന്നശേഷി, ആ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സമൂഹത്തിൽ നമ്മളെ പോലെ അവർക്ക് സഞ്ചരിക്കുവാൻ, വേഗത്തിൽ സഞ്ചരിക്കുവാൻ, ഇടപെടാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയത്തക്ക രൂപത്തിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് മുച്ചക്രവാഹനം നൽകുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് നമ്മുടെ സ്കൂളിൽ അധ്യയനം തുടങ്ങിയ ദിവസമാണ്. നമ്മുടെ പ്രകൃതി പോലും അതിന്റെ ഭീകരമായ അവസ്ഥയിൽ നിന്ന് മാറി ഏറ്റവും കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞ് സ്വാഭാവികമായും ആകാശമെല്ലാം തെളിഞ്ഞ് ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിലേക്ക് വന്ന ഒരു കാലമാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായും നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിനപ്പുറത്തേക്ക് നമ്മുടെ വായനശാലയിലൂടെ ലഭിക്കുന്ന അറിവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് കേരളത്തെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരുപക്ഷെ അക്ഷരത്തിന്റെ വെളിച്ചം നിലച്ചു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് നമ്മുടെ വായനശാലകളാണ്. കാരണം പ്രത്യേകിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, നമ്മുടെ പിന്നെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥ ഒരുപക്ഷെ പഠനം നിലച്ചു പോകാവുന്ന സാഹചര്യത്തിൽ ആ പഠനം തുടരാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ ക്ലബ്ബുകളും
നമ്മുടെ വായനശാലകളും അതുമായി ലഭിച്ച കമ്പ്യൂട്ടറുകളെല്ലാം ഉപയോഗിച്ച് നമ്മളെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പരിശ്രമം നമുക്ക് മറന്നു പോകാൻ കഴിയില്ല. തീർച്ചയായും അങ്ങനെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും ആ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ ഈ സന്ദർഭത്തിൽ എല്ലാവിധമായ അഭിനന്ദനങ്ങളും. തീർച്ചയായും എനിക്കറിയാം നമ്മുടെ ജില്ലയിലെ 11 ബ്ലോക്കുകളെ സംബന്ധിച്ചുള്ള അവസ്ഥയും എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം. അതിനെല്ലാം അപ്പുറത്തേക്ക് ആ 11 ബ്ലോക്കിലും മാതൃകയായി ചടയമംഗലം ബ്ലോക്കിന്റെ പ്രവർത്തനം അതിവിടെ ഇതുമായി ബന്ധപ്പെട്ടല്ല. നമ്മുടെ പഴയ AXC ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളെല്ലാം അഭിമാനത്തോടു കൂടി പറയുന്നത് ഇപ്പോ ഇരിക്കുന്ന AXCയെ സംബന്ധിച്ച് കുറഞ്ഞ് കാണുകയല്ല. ഇവിടെ പദ്ധതി പ്രവർത്തനങ്ങൾ ഓരോ വർഷവും നമ്മുടെ ഈ ഒരുപാട് വർക്കുകൾ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ആ വർക്കുകൾ തന്നെ ചെലവഴിക്കുന്നതിൽ ഏറ്റവും ആദ്യം 11 ബ്ലോക്ക് ഉള്ളതിൽ അഭിമാനത്തോടു കൂടി പറയട്ടെ, ആ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വിസ്തൃതമായ ഈ 11 ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുപക്ഷെ 5 ബ്ലോക്കും അതുപോലെ തന്നെ ഈ ചടയമംഗലം ബ്ലോക്കുമാണ് ഏറ്റവും വിസ്തൃതമായ ബ്ലോക്ക്. അതിൽ തന്നെ ആ പദ്ധതി പ്രവർത്തനങ്ങൾ ഈ വർക്കുകളെല്ലാം ചെലവഴിക്കുന്ന കാര്യത്തിൽ 1ാം സ്ഥാനത്തേക്ക് ചടയമംഗലം വരുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ, ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന, ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അതെല്ലാം ഈ ബന്ധപ്പെട്ട അതിനെല്ലാം കോർഡിനേറ്റ് നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ബന്ധപ്പെട്ട AXC അടക്കമുള്ള അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് അടക്കം എല്ലാവരും ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം ഇവിടെ അതുകൂടി പറഞ്ഞുകൂടി അവസാനിപ്പിക്കും. ജില്ലാ കുടുംബശ്രീ മിഷന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ശ്രീ വിമലാണ്. അപ്പൊ വിമല് ഞാനിവിടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആണിവിടെ നടത്തി. സ്വാഭാവികമായി ആ സന്ദർഭത്തിലാണ് ഇവിടെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായി വന്നത്. അതിനുശേഷം ഈ ഭരണസമിതിയുടെ ആദ്യ കാലഘട്ടത്തിലും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായി. അപ്പൊ നമുക്കെല്ലാം അഭിമാനമാണ്. വിമലിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായും ജില്ലാ കുടുംബശ്രീ മിഷൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങുന്ന, ഏറ്റവും കൂടുതൽ അഭിമാനാർഹമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കുടുംബശ്രീ മിഷനായി കൊല്ലം ജില്ലയിലെ ജില്ലാ കുടുംബശ്രീ മിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതായ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ശ്രീ വിമലാണ്. അപ്പൊ നമുക്ക് ഈ ചടയമംഗലം ബ്ലോക്കിലുള്ള മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കാം. നമ്മുടെ വീഡിയോ ആയിരുന്ന, നമ്മുടെ ഈ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ ജില്ലാ കുടുംബശ്രീ മിഷന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുമ്പോൾ ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഈ വിവിധ തരത്തിലുള്ള നമ്മുടെ ഈ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങാൻ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാവിധമായ ആശംസകളും അവരുടെ ജീവിതത്തിൽ അവർക്ക് പുരോഗതി ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ നിശ്ചിതമായ കടമ മികച്ച കുടുംബശ്രീ മിഷനുള്ള ആദരവാണ്. ആ ചടങ്ങ് കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വജ്ര ജൂബിലി സെന്ററുകളുടെ കലാകാരന്മാരെ ആദരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അതിനുശേഷം ആദരവ് നൽകലാണ്. യോഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ബ്ലോക്ക് പ്രസിഡന്റിന്റെ അനൗൺസ്മെന്റിൽ തന്നെ ഉണ്ട്, അധികം വർത്താനം പറയരുത്, വേഗം അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായ മന്ത്രി, വേദിയിലുള്ള അഡ്വക്കേറ്റ് സാംഗേഡാനിൽ അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരെ, ഗ്രന്ഥശാല പ്രവർത്തകരെ, ദീർഘമായി ഒരു പ്രസംഗം നടത്തേണ്ടതില്ല. നമ്മുടെ ഗ്രന്ഥശാലകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള പ്രസ്ഥാനമായി സാംസ്കാരിക മേഖല വളർന്നു വരേണ്ടുന്ന ഒരു കാലഘട്ടം വളർന്നിട്ടുണ്ട്. പക്ഷെ കാലം വല്ലാതെ കെട്ടുപോയിരിക്കുകയാണ്. അങ്ങനെ കാലം വല്ലാതെ കെട്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ പുതുതലമുറയെ വായനയുടെ ലഹരിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടുന്നവരാണ് ഗ്രന്ഥശാലകളും സാംസ്കാരിക പ്രവർത്തകരും എന്നുള്ളതുകൊണ്ട് ആ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുക എന്നത് ഈ ഭരണസമിതിയുടെ ആദ്യം മുതലുള്ള ലക്ഷ്യമാണ്.
സ്വന്തമായി സ്ഥലമുള്ള കെട്ടിടമില്ലാത്ത മുഴുവൻ ഗ്രന്ഥശാലകൾക്കും ഈ ബ്ലോക്ക് മേഖലയിൽ കെട്ടിടമുണ്ടാകണം എന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു വാശിയായിരുന്നു. അതിൽ ബഹുമാനിയായ നമ്മുടെ മന്ത്രിയുടെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാംബിയ ഡാനിയല് ഷൈൻ, അതുപോലെ തന്നെ നജീബത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, വിവിധ ഗ്രാമപഞ്ചായത്തുകൾ ഇവയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇപ്പോ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി സ്വന്തമായി ഭൂമിയുള്ളവർ ഗ്രന്ഥശാല കെട്ടിടമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് ഇനി പരതി നോക്കേണ്ടതുണ്ട്. വിരലം എണ്ണാവുന്നത് ചിലപ്പോൾ ഉണ്ടായി കാണും. അപ്പൊ ആ നിലയിലേക്ക് മാറ്റപ്പെടാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്ത്രി വളരെ സജീവമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്, ഇനി നമ്മുടെ മന്ത്രിയോട് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ഒരു PWD റോഡൊന്ന് നന്നാക്കി തരണമെന്ന് ഈ മന്ത്രിയോട് പറയാനായി ഇനിയൊരു റോഡില്ല. വേറെ ഏതെങ്കിലും ഒരു റോഡിന് PWD ഏറ്റെടുത്തിട്ട് വേണം ഇനി നമ്മുടെ മന്ത്രിയോട് ആ PWD റോഡൊന്ന് നന്നാക്കി തരണമെന്ന് പറയാൻ. മറ്റു പഞ്ചായത്തുകാരൊന്നും കയറി വേറൊന്നും തോന്നരുത്. ഏതാണ്ട് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ PWD റോഡുകളും ഇതിനകം തന്നെ സഞ്ചാരാത്മകമാക്കി നല്ല നിലവാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇട്ടിവയിൽ മാത്രമല്ല നമ്മുടെ ബ്ലോക്ക് മേഖലയിലാകെ വളരെ സജീവമായി ഈ പ്രവർത്തനത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മന്ത്രിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രൈ സ്കൂട്ടർ അതും ഇനി വരുന്ന ഭരണസമിതി കൂടി മുൻകൈ എടുത്തുകൊണ്ട് 100% എത്തിക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ മുൻ ബ്ലോക്ക് സെക്രട്ടറി ഇപ്പോ കുടുംബശ്രീയുടെ ചുമതലയിലാണ്. അദ്ദേഹം ഇവിടുന്ന് പോയതിനു ശേഷം ഒരു 1-2 കൊല്ലം ഞങ്ങളുടെ ഊപ്പാട് വന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ വീഡിയോയുടെ അനിയനാണോ എന്തോ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്ക് സെക്രട്ടറിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനത് പറയാൻ കാര്യം, വിമൽ ഇവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. പൂർണ്ണമായും കാര്യങ്ങൾ പെർഫെക്റ്റായി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഞാൻ ഇടപെടുന്നതിനേക്കാൾ ശക്തമായി ഇടപെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ അജയരാജ് ബ്ലോക്ക് സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരാറില്ല. ഞാൻ ഇടപെടുന്നതിനേക്കാൾ ശക്തമായി ആ കാര്യത്തിൽ ഇടപെട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 ബ്ലോക്ക് സെക്രട്ടറിമാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. AXയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, മന്ത്രിക്കാണ് ഇപ്പൊ പരാതി. MLAയുടെ വർക്കിന്റെയും മറ്റേ വർക്കിന്റെ എല്ലാ കാര്യങ്ങൾ കുറച്ച് പുറമോട്ട് പോകുന്നുള്ള പരാതി. ഇതിനു മുമ്പ് ആ AX ഇരുന്നപ്പോ ഞങ്ങൾക്കായിരുന്നു. ഞാൻ പലപ്പോഴും AXയെ വിളിച്ചിട്ട് ഞാൻ പറയായിരുന്നു, മന്ത്രിയും ബാക്കിയുള്ളവരൊക്കെ പലതും പറയും, പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർക്ക് ചെയ്തതിനു ശേഷം മാത്രം ബാക്കി കാര്യം ചെയ്താൽ മതി എന്ന് പലപ്പോഴും AXയെ വിളിച്ച് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഇപ്പോഴത്തെ AX മന്ത്രിയുടെ പരാതി പരിഹരിച്ചുകൊണ്ട് വേണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് 100% പദ്ധതി കൈവരിച്ച 2 വർഷങ്ങൾ കൊണ്ട് ഈ 2 വർഷമുണ്ട്. അതിൽ 1 വർഷം വിമൽ ഇവിടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നപ്പോഴും, രണ്ടാമത് ഇപ്പോഴത്തെ പുതിയ സെക്രട്ടറി വന്നപ്പോഴുമാണ്. ഇനിയിപ്പോ ഇങ്ങനൊരു വലിയ യോഗങ്ങളൊന്നും നടത്താനുള്ള സമയമില്ല. 6 മാസം കഴിയുമ്പോൾ കാലാവധി കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഈ ഇരിക്കുന്നതിൽ ഇനി ആരൊക്കെ കയറി വരുമെന്നൊന്നും പറയാൻ ഒക്കില്ല. അവരവരുടെ കയ്യിലിരിക്കും. അതുപോലെ തന്നെ അവരവരുടെ പാർട്ടി നിശ്ചയിക്കുക ചെയ്താലേ കയറി വരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും കാണാനും ഈ നിലയിൽ സഹായം ചെയ്യാനും കഴിഞ്ഞതിനുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ബഹുമാന്യരെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരടക്കം ഉണ്ട്. ബഹുമാന്യൻ, നമ്മൾ മനസ്സിലാക്കേണ്ട മിനിസ്റ്റർക്ക് ഒട്ടേറെ പരിപാടിയുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ക്ഷണിക്കപ്പെട്ട ആദരിക്കപ്പെടാനുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആ ലിസ്റ്റ് വായിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കപ്പെട്ടിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും ക്ഷണിക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും ക്ഷണിക്കുന്നു.
സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കുടുംബശ്രീ മിഷനുള്ള അവാർഡ് ലഭിച്ച കൊല്ലം കുടുംബശ്രീ മിഷന് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരവ്. തിരിഞ്ഞിരിക്കല്ലേ മികച്ച സേവനത്തിന് ശേഷം ചടയമംഗലം ബ്ലോക്കിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ചു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടീന സാറിനെ ക്ഷണിക്കുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ 2024-25 സാമ്പത്തിക വർഷം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് സപ്പോർട്ട് ചെയ്തു നിന്ന എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരെയും ആദരിക്കുന്നു. ആദ്യം താലൂക്ക് ഹോസ്പിറ്റൽ കടയ്ക്കൽ സൂപ്രണ്ടിനെ ക്ഷണിക്കുന്നു. സൂപ്രണ്ടിനെയും ടീമിനെയും ക്ഷണിക്കുന്നു. ജീവനക്കാർ കൂടി പങ്കെടുക്കണം. അടുത്തതായി CHC നിലമേലെത്തി. നിർവഹണ ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ നിർവഹണ ഉദ്യോഗസ്ഥരുടെ ടീം എല്ലാവരും റെഡിയായി നിൽക്കണം. വിളിക്കുന്നതിനനുസരിച്ച് തുടരെയായിട്ട് വന്ന് ടീമുകളിൽ ഉൾപ്പെടെ ജീവനക്കാർ ഉൾപ്പെടെ വന്ന് വാങ്ങണം. അടുത്തത് CHC വെളുന്നല്ലൂർ. അതിനുശേഷം അഗ്രികൾച്ചർ അടുത്തതായിട്ട് ADA ടീം റെഡിയായി നിൽക്കണം. അതിനുശേഷം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ചെയ്തു. അതിനുശേഷം ഡയറി എക്സിക്യൂഷൻ ഓഫീസറും ചെയ്തു. ശേഷം വെറ്ററിനറി സർജൻ ചെയ്തു. ശേഷം ശിശുവികസന പദ്ധതി ഓഫീസർ ചടയമംഗലം. സൂപ്പർവൈസേഴ്സ് രണ്ട് ടീമായിട്ട് രണ്ട് സ്ഥലത്തായിട്ട് അഡീഷണൽ ഓഫീസിന്റെ ഒരു കൂടിയുണ്ട്. ശിശുവികസന പദ്ധതിയുടെ തന്നെ അഡീഷണൽ. അടുത്തതായി പട്ടിക വികസിത ശേഷം അസിസ്റ്റന്റ് എഞ്ചിനീയർ.
ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു. ഉണ്ണി എവിടെ ഉണ്ണി അവർക്ക് വേറെ ഉണ്ട് പിയാന്റെ വീട് പിയാന്റെ വജ്ര ജൂബിലി കലാകാരന്മാരെ അവതരിക്കുന്നതാണ്. ഒരു 5 പേരെ പേരെ വിളി. ധന്യ എസ് നായർ ശാസ്ത്രീയ സംഗീതം. ശേഷം ദേവിക എസ് പി കേരള പലകം. ദേവികയുടെ സഹോദരൻ മേടിക്കാം. കൃഷ്ണകുമാർ കെ നാടൻപാട്ട്. സുമേഷ് ജി എസ് ശില്പകല. മഹേഷ് കുമാർ എം പെയിന്റിംഗ്. ദേവാനന്ദ് എസ് പി കലാ. ദേവാനന്ദല്ലേ പേര് വിളിച്ചോ ദേവാനന്ദ് അവരുടെ സഹോദരൻ ഇടുക ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരുടെ അവാർഡിന് ശേഷം 2024-25 PMAY ജനറൽ ഗ്രാമീൺ പദ്ധതിയുടെ ഭവന പദ്ധതിയുടെ ജില്ലാതലത്തിലുള്ള പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ്. ഞങ്ങളുടെ വാർഷിക പദ്ധതിയിൽ 100% ആക്കുന്നതിന് ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് PMAY ഗ്രാമീൺ പദ്ധതിയുടെ നിർവഹണ പുരോഗതിയാണ്. അതിന് സഹായിച്ച മുഴുവൻ വിഒമാരും ചേർന്ന് ഇത് ഏറ്റുവാങ്ങണം. വിഒമാരെല്ലാം മുന്നോട്ട് വരണം. എല്ലാ വിഒമാരും ഗ്രാമപഞ്ചായത്തിൽ ഏറ്റെടുത്തുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പുരോഗതി നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ വിഒമാരും ചേർന്ന് ഇത് ഏറ്റുവാങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ വിഒമാര് പല വിഒമാരും പഞ്ചായത്തുകളിൽ പദ്ധതി നിർവഹണവും 100% ആയിട്ടുണ്ടെന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പൊ എല്ലാ വിഒമാരും ചേർന്ന് ഇത് ഏറ്റുവാങ്ങണം. സ്റ്റെപ്പിലോട്ട് കയറിക്കും, കുറച്ച് സ്റ്റെപ്പിലോട്ട് കയറിക്കും. ഇതിനുശേഷം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ചടയമംഗൽ ടീമിനാണ് നമ്മുടെ 8 പഞ്ചായത്തുകളിൽ നിന്ന് പ്രതികരിച്ചിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ബ്ലോക്ക് വിഭാഗവും ചേർന്ന് ഇത് കൈപ്പറ്റണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവരും മുന്നോട്ട് വരണം.
ഇവിടുത്തെ പരിപാടി തൽക്കാലം ഇനി താഴെ ജോബ് സ്റ്റേഷൻ നാളെ കുറിച്ച് ഉദ്ഘാടനവും അത് കഴിഞ്ഞ് നമ്മുടെ ഭിന്നശേഷി അവരുടെ പ്രൈസ് സ്കൂട്ടറിന്റെ താക്കോൽദാനവുമാണ്. ആദ്യം ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തത്സമയ സംപ്രേഷണം തുടരുകയാണ്. ഭിന്നശേഷി ട്രൈ സ്കൂട്ടർ വിതരണം, ഭിന്നശേഷിക്കാർക്കുള്ള ട്രൈ സ്കൂട്ടർ വിതരണ ശേഷം ഹാളിന് പുറത്ത് വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ വരെ വീണ്ടും മുന്നിലായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വിതരണത്തിന് ശേഷം ഇനി തത്സമയം പൂർണ്ണമാക്കും. നമുക്ക് ഒരു കൊടുക്കാം. എവിടെ കൊടുക്കുന്ന എവിടെ എവിടെ പോകാം? കിട്ടിയ കിട്ടിയെങ്കിൽ തരും. ഇതെല്ലാം പറ്റി ഒതുക്കാത്ത വേഗം കൊടുക്കുന്ന ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനം. പ്രധാന സാറിനെ നോക്കട്ടെ, ഇവരും പറഞ്ഞു. ഒരാളെ അപ്പൊ ഇനി ഡെയിലി ബാക്കിലോട്ട് ഇപ്പോൾ ജോബ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനമാണ് നടന്നത്. പ്രസിഡന്റുള്ള മന്ത്രി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രൈ സ്കൂട്ടറിൻ്റെ വിതരണം നടക്കുന്നതായിരിക്കും.
അതിലേ ഏതെങ്കിലും ഒന്ന് നോക്ക്. നിങ്ങളുടെ ദൂരം ആരുമില്ല, നിങ്ങളുടെ ദൂരം ആരുമില്ലല്ലോ. പറഞ്ഞുതരാം. പക്ഷെ ഇങ്ങോട്ട് അമ്മ ഇതെടുത്ത് ആരുടെ ആ വണ്ടിയെ ഈ വണ്ടിയെ ആദ്യത്തെ ആൾക്ക് തന്നെ കൈമാറുകയാണ്. താക്കോലുണ്ട്, അതിനകത്ത് പേപ്പറുണ്ട്. വണ്ടി ഒരു സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇത് ഞാൻ അദ്ദേഹത്തിന് രണ്ടുപേരുണ്ടെങ്കിൽ അതെവിടുന്ന് എടുത്തു, അത് ഇതിന്ന് എടുത്തു. അടുത്ത ഒരാൾ കൂടെ കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കാം. ഇനി അത് സാം എവിടെ അങ്ങോട്ട് ഇറങ്ങി കൊടുപ്പീര് സാമോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ബിജു ബേബി പേര് വിളിക്കണം. എല്ലാം തെറ്റാതെ കൊടുക്കണേ. അതോ വയസ്സ് ആ വയസ്സ് കൊടുക്ക്. വൈസ് പ്രസിഡന്റ് എവിടെ? ചടയമംഗലം ബ്ലോക്ക്